Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. നാട്ടുകാർ പറഞ്ഞാൽ വിശ്വസിക്കും അതാണ് ഗതികേട് എന്നുള്ളത്. They must be thinking, oh, എന്തൊരു ലൈഫാണ്, എത്ര എന്തൊക്കെ ആയിരിക്കും. ബട്ട് നോ, there's a lot of peer pressure. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം എന്നും അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതും അങ്ങനെയൊക്കെ ഒരുപാട് ഉപദേശിക്കാൻ ആൾക്കാരുണ്ടാവും. അതിപ്പോ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് ഒരു ദിവസം 2 ദിവസം ആയാലും നമ്മൾ സിംഗിൾ തന്നെയാണല്ലോ. Okay. So what is being single mean to you? നല്ല ചോദ്യമാണ്. They'll throw some sort of a question at you that you'll be like, ഇതിനിപ്പോൾ എന്തുത്തരം പറയാം, എന്തുത്തരം പറഞ്ഞാലും പ്രശ്നമാവല്ലോ അങ്ങനെ. ആൻഡ് കറക്റ്റായിട്ട് നമ്മുടെ റിയാക്ഷൻസും അതിനുള്ള കാൻഡിഡായിട്ട് നമ്മളെ മുഖത്ത് വരുന്ന ഭാവങ്ങളും ഒക്കെ എന്തായാലും പുറത്ത് വന്നിരിക്കും. Why did Sanya tell me the same thing? That's what I'm wondering. What is going on with both of you girls? You guys should sit down and talk. I have just recently started therapy and trust me, it's fun. It's fun. എവിടെയെങ്കിലും നമ്മുടെ മൈൻഡ് സ്ലിപ്പ് ആവുന്നു എന്ന് തോന്നുന്ന സമയത്ത് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ ഐ വുഡ് നെവർ ഡു എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് ലൈക്ക് ലൂസിങ് ദാറ്റ് കൺട്രോൾ. ഓൾസോ കഴിഞ്ഞ തവണ കണ്ടതിനും ഈ ദിസ് 2 yearsൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു മേജർ ചേഞ്ച് പ്രിയയിലുണ്ടെങ്കിൽ അതെന്തായിരിക്കും പ്രിയ? മേജർ ചേഞ്ച് ആക്ച്വലി ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആയി എന്നുള്ളതായിരിക്കും കേട്ടോ. കാരണം ഒരു 1 year back ഐ മൂവ് ടു കൊച്ചി. ലാസ്റ്റ് ടൈം ഐ സ്പോക്ക് ടു യു ഞാൻ വീട്ടിൽ തന്നെയാണ്, തൃശ്ശൂർ തന്നെയായിരുന്നു. ഒരു 1 year back ഐ മൂവ് ടു കൊച്ചി, സ്റ്റാർട്ടഡ് ഡൂയിങ് എവറിഥിങ് ബൈ മൈ സെൽഫ്, ലൈക്ക് കുക്കിംഗ് ആൻഡ് എവറിഥിങ്. സോ അതായിരിക്കും മേജർ ചേഞ്ച്. സ്റ്റാർട്ടഡ് ഡ്രൈവിങ്. സോ എല്ലാം എന്തുകൊണ്ടും ഹൈപ്പർ ഇൻഡിപെൻഡൻ്റ് ആയി എന്ന് പറയാൻ വേണമെങ്കിൽ. ആൻഡ് ഹൗ ഇസ് ദാറ്റ് ചേഞ്ച് ഫോർ യു? അത് എങ്ങനെയാണ് കാണുന്നത്? പേരൻസ് എങ്ങനെയാണ് കാണുന്നത്? പ്രിയ എങ്ങനെയാണ് കാണുന്നത്? എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. Yeah, because I thought, it would be a smart choice to move to Kochi rather than, എനിക്ക് ആക്ച്വലി ടു ആൻഡ് ഫ്രോ ചെയ്ത് മതിയായിട്ടുണ്ടായിരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ I'm like, I cannot do this anymore. ഇനിയിപ്പോൾ എയർപോർട്ടിലേക്ക് വരണമെങ്കിൽ തന്നെ അത്രയും ദൂരം വരണം, എനിക്ക് വയ്യ. അങ്ങനെ ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ് I was like, okay, I have to move now. അങ്ങനെ പെട്ടെന്ന് എടുത്ത ഡിസിഷനാണ്. ആൻഡ് വിത്തിൻ ലൈക്ക് 1-2 weeks it happened also. And I have been saying this since I was 21. അപ്പം തൊട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട് മൂവ് ഔട്ട് ചെയ്യണം, കൊച്ചി പോകണം, കൊച്ചി അങ്ങനെ. ബട്ട് നെവർ ഹാപ്പൻ ബിക്കോസ് I was too comfortable at home. ഒന്നും ചിന്തിക്കണ്ടല്ലോ. എണീക്കുന്ന സമയത്ത് ഭക്ഷണമുണ്ട്, എല്ലാം റെഡി ആണല്ലോ നമുക്ക്. ആ ഒരു പുഷിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ബിക്കോസ് I was like, എങ്ങാനും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്തു തരാൻ ആരും ഉണ്ടാവുമില്ല, നമ്മളൊക്കെ തന്നെ ചെയ്യണം. ബട്ട് ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ഇറ്റ് വൺസ് ഐ സ്റ്റാർട്ടഡ് ലിവിങ് ബൈ മൈ സെൽഫ്, കുക്കിംഗ് ഫോർ മൈ സെൽഫ്. Isn't it very lonely? അമ്മയും അച്ഛനും ആരും ഇല്ലാതെ സംസാരിക്കാൻ I ഒരാളില്ലാതെ. live with my roommate. എൻ്റെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. സോ ഷീ ഓൾസോ വർക്ക്സ് ഇൻ കൊച്ചി. So she also got a job at the same time. So we were like, okay, now we'll live together. So it's like a girl hostel vibe. Okay. So that's fun. But at the same time, like you said, ഞാൻ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് ടു മൈ ഫാമിലി. സോ ഇറ്റ് മേക്സ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട്. ഞാൻ ഇന്നും കൂടെ വരുന്നതിന് മുന്നേ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് വീട്ടിൽ പോകണം, ഐ വോണ്ട് ടു ഗോ ഹോം എന്നിനോ അച്ഛനമ്മേനെ കണ്ടിട്ട് കുറേ ആയി. സോ ഐ എം വെരി അറ്റാച്ച്ഡ് ലൈക്ക് ദാറ്റ്. സോ അങ്ങനത്തെ മിസ്സിങ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്, എസ്പെഷ്യലി അമ്മയുടെ ഭക്ഷണം. അപ്പോൾ ഈ ചെന്നൈ ഷൂട്ട് ചെയ്തപ്പോഴൊക്കെ were they with you? How did they see the movie releasing? അജിത് സിനിമയിൽ ഒരു പാർട്ട് പ്ലേ ചെയ്യുന്നു എന്നുള്ളതൊക്കെ എങ്ങനെയാണ് അവർ കണ്ടത്? വി ആക്ച്വലി ഷോട്ട് ഇൻ സ്പെയിൻ കേട്ടോ. സ്പെയിനിൽ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് പടം റിലീസായപ്പം അമ്മയും എൻ്റെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു. ഓൾ 3 of us went to Chennai to watch it. ഇവരെ പോലെ ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരെ വേറെ എവിടെയും കാണാൻ കിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാനും അങ്ങനെ കുറച്ച് അഡാപ്റ്റ് ആയി തുടങ്ങി ബിക്കോസ് ഓഫ് ദാറ്റ്. ബിക്കോസ് നന്നായിരുന്നോ മോശമായിരുന്നെങ്കിൽ ചിലപ്പോൾ പറയും, നന്നായിരുന്നു എന്നൊന്നും അങ്ങനെ പറയുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരല്ല. ബട്ട് ഐ എം ഷുവർ ദേ ഹാപ്പി ഫോർ മീ. ആൻഡ് അച്ഛൻ ഈ അടുത്ത് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ കുറച്ചും കൂടിയും എക്സ്പെക്ട് ചെയ്തു സിനിമയിൽ, വേഗം വന്നു പോയി നീ, പക്ഷെ അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഹൗ ദേ ആർ. ബട്ട് ഐ നോ ദേ ആർ പ്രൗഡ് ഓഫ് മീ. And even the previous movie,
നീക്കിന്റെ അഗൈൻ ഞാനും അമ്മയും കൂടിയാണ് പോയത്. അപ്പൊ അന്ന് അമ്മ പറഞ്ഞു നിന്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ട്, നല്ല ക്യാരക്ടറാണ് എന്നുള്ളത്. അപ്പോഴും അച്ഛൻ വാസ് ലൈക്ക് ഫുൾ ഫ്ലെഡ്ജഡ് ഒരു സിനിമ വരട്ടെ അപ്പൊ ഞാൻ കാണാം അങ്ങനെ. സോ ഹീസ് എ ലിറ്റിൽ ബിറ്റ് ലൈക്ക് ദാറ്റ്. തമിഴ് ഇൻഡസ്ട്രിയിലുള്ള വ്യത്യാസം എന്താണ് പ്രിയ ഫോർ യു ആസ് എൻ ആക്ടർ? മാനുവേർ ചെയ്യാൻ ഇതിലൂടെ എളുപ്പമാണോ? ഹൗ ഇസ് ഇറ്റ് ഡീലിംഗ് വിത്ത് പീപ്പിൾ ദെയർ? എനിക്ക് ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ളൊരു എൻവയൺമെന്റ് ആണെന്നാണ് തോന്നിയിട്ടുള്ളത് തമിഴിൽ. ബിക്കോസ് എല്ലാവരും ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ്. എനിക്കൊരു ഭയങ്കര ഇൻക്ലൂസീവ് ഫീലിംഗ് തോന്നിയിട്ടുണ്ട് അവിടെ. എസ്പെഷ്യലി ബിക്കോസ് നമ്മളെ അവിടെ ആൾക്കാർ മീറ്റ് ചെയ്യുന്നത് ഒരു ക്ലീൻ സ്ലേറ്റോടു കൂടിയാണ് മീറ്റ് ചെയ്യുന്നത്. പ്രോബ്ലി ഞാനൊരു മലയാളം സിനിമ ചെയ്യാൻ പോകുമ്പം അവിടെ ഒരു 10 പേർക്ക് എന്നെക്കുറിച്ചൊരു പ്രീ കൺസീവ്ഡ് നോഷൻ ഉണ്ടാവും. അപ്പം ഞാൻ അത് ക്ലിയർ ഔട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ കൂടെ എനിക്കൊന്ന് ജെല്ലാവാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നെക്സ്റ്റ്. പക്ഷെ തമിഴിൽ അങ്ങനെ ഇല്ല. തമിഴിൽ ആർക്കും എന്നെക്കുറിച്ച് ഒരു പ്രീ കൺസീവ്ഡ് നോഷനും ഇല്ല, ഒന്നുമില്ല. സോ ഭയങ്കര ഇൻക്ലൂസീവ്നെസ് ആണ്. സോ ദാറ്റ്സ് ഈസി. പ്രിയ ഒരു തമിഴ് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, എനിക്ക് ആ കോട്ട് ഭയങ്കര ഇഷ്ടമായി. റിലേഷൻഷിപ്പ് സ്റ്റേറ്റസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ആസ് സിംഗിൾ ആസ് വൺ ക്യാൻ ബി. ആൻഡ് അതിന് ഒരു തമിഴ് വാക്ക് പറയുകയും ചെയ്തു, വിച്ച് വാസ് ഞാൻ എപ്പോഴും മറന്നു, മൊരട്ട സിംഗിൾ. I guess the last time we spoke, you were in a long-term relationship, or you had just broken off from a long-term relationship. It's always like that. It's either there or you're... So if സിംഗിൾ എന്ന് പറയുന്നത് എത്ര കാലയളവ് സിംഗിളായിട്ട് നിൽക്കുമ്പോഴാണ് സിംഗിൾ എന്ന് പറയുന്നത്? അതിപ്പോ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് 1 ദിവസം 2 ദിവസം ആയാലും നമ്മൾ സിംഗിൾ തന്നെയാണല്ലോ. ഓക്കെ, സോ what is being single mean to you? നല്ല ചോദ്യമാണ്. കാരണം വെൻ യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ആയിട്ട് വെൻ യു ആർ ഇൻ എ റിലേഷൻഷിപ്പ്, സിംഗിൾ ആകുമ്പോൾ പെട്ടെന്ന് ഒരു എംപ്റ്റിനെസ് അല്ലെങ്കിൽ ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ഒരു void ഫീൽ ചെയ്യില്ലേ? ഡെഫിനറ്റ്ലി. ഹൗ ഡസ് ദാറ്റ് എഫക്ട് യു? ഹൗ ഡു യു ഡീൽ വിത്ത് ഇറ്റ്? ആൻഡ് വൈ ഡു യു ചൂസ് ടു ബി സിംഗിൾ? ആരും പ്രപ്പോസ് ചെയ്തില്ല എന്നാണോ പറയുന്നത്? I don't think I'm single by choice. But ഈ പറഞ്ഞ പോലെ വിഷമം വരുമ്പോൾ കരഞ്ഞ് തീർക്കുക, പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വെന്റ് ഔട്ട് ചെയ്യുക, മാക്സിമം ഓൺ എ ഡെയിലി ബേസിസ് അത് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ മതിയാവും. അതുപോലെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ആരും പ്രപ്പോസ് ചെയ്യാറില്ല എന്ന്. എന്നെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. And why do you think it is so? Maybe because I'm intimidating. I don't know. എനിക്കറിയില്ല. I've always found myself to be the one who takes initiatives, or like if at all I'm interested in somebody, ഞാനായിരിക്കും ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാനായിരിക്കും ലൈക്ക് ടു ദ ഫേസ് പറയുന്നത് ലിസൺ ഐ എം ഇൻട്രസ്റ്റഡ് എന്നുള്ളത്. ഇങ്ങോട്ട് ആൾക്കാർ പ്രോബബ്ലി ഒരു ചിലപ്പം റിജക്ഷൻ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം, പക്ഷെ ഇങ്ങോട്ട് ആരും അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. You surrounded by good looking men almost all the time, whether you are in movies, whether you are at parties, whether you are, I find it very hard to believe this, Priya, that I'm single, that you're single and men don't propose you. I'm telling you, they don't. Like if I find somebody cute, I have to tell them that I find you cute. Appo they be like, oh, even I found you cute. നമ്മളൊരു സ്റ്റെപ്പ് എടുത്താലേ ഉള്ളൂ. അല്ലാതെ I feel like generally people don't want to be rejected. Are you very romantic in a relationship? Very What is the most romantic thing you have done for someone? I am ഭയങ്കര hopelessly romantic like that. Like I've told you കഴിഞ്ഞ conversation also, like I live in my fantasy world. So I always want to do. ചോദിച്ചില്ല ഏതാണ് most romantic thing ചെയ്തത്? അത് ഞാൻ ചോദിച്ചില്ല. I go all out for the people that I'm with. So എന്തൊക്കെ ഇങ്ങനെ ഫിൽമി ആയിട്ട് ചെയ്യാൻ. Okay, what is the most romantic thing somebody else has done for you? Nothing. That's what I'm telling you. No, nothing. Why do you think I'm single? Why did Sanya tell me the same thing? That's what I'm wondering. What is going on with both of you girls? You guys should sit down and talk. I feel like നാട്ടുകാർ പറഞ്ഞാൽ വിശ്വസിക്കും അതാണ് ഗതികേട് എന്നുള്ളത്. They must be thinking, oh, എന്തൊരു ലൈഫാണ്, എത്ര എന്തൊക്കെ ആയിരിക്കും. But no, like you go out of the way for other people, and then like I remember ഞാൻ ഷൂട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും like I'll keep sending flowers and things like that.
അവിടെ ഇരുന്നിട്ട് ഇവിടേക്ക് അതൊക്കെ ചെയ്യും. നമുക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാത്തിരിക്കണം. സോ ഇറ്റ്സ് ഡിഫിക്കൾട്ട് ലൈക്ക് ദാറ്റ്. ഐ ട്രാവൽ ടു ലണ്ടൻ ടു മീറ്റ് സംബഡി ഐ വാസ് ഡേറ്റിംഗ് ബാക്ക് ദെൻ. ആ ഒരു 2 weeks ആയിരിക്കും പ്രോബ്ലി എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും റൊമാൻറ്റിക് 2 weeks. ബിക്കോസ് ലണ്ടനിൽ എല്ലായിടത്തും പോവുക, ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയേഴ്സ് ടൈമായിരുന്നു. സോ എല്ലായിടത്തും പോവുക ഒരുമിച്ച്. ആൻഡ് യുനോ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ഒരു ചെറിയ ബബിൾ ഔട്ട്സൈഡ് ഓഫ് ദ വേൾഡ് വേർ നോബഡി നോസ് യു. ഒന്നുമില്ല. You can just walk around the streets, hold hands, do whatever you want. Nobody cares. And New Year's in London, the firecrackers and everything. Central London, it's a huge thing there. അതിനൊക്കെ പോയി ഒരുമിച്ച്. So that's probably like എൻ്റെ ലൈഫിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. അതിൻ്റെ ഒരു ടാറ്റു ഉണ്ടോ എവിടെയെങ്കിലും ലണ്ടൻ എക്സ്പീരിയൻസിന്റെ? ഇല്ല. അതിൻ്റെ ഒരു ടാറ്റു വേണ്ടേ? ഇനി സ്ഥലമില്ല ടാറ്റു അടിക്കാൻ. ടെൽ മീ അബൌട്ട് യുവർ ടാറ്റു ജേർണി. എവിടെ നിന്നാണ് തുടങ്ങിയത്? ആദ്യത്തെ ടാറ്റു എന്തായിരുന്നു? ആദ്യത്തെ ടാറ്റു വാസ് ഫോർ മൈ ഫസ്റ്റ് ബോയ് ഫ്രണ്ട്. ടാറ്റു തുടങ്ങിയതേ അങ്ങനെയാണ്. പേരാണെന്നോ എന്തായിരുന്നു? പേരൊന്നും അച്ഛനക്കില്ല. പക്ഷെ വെൻ വി വർ ഡേറ്റിംഗ് സ്കൂളിലാണ്. സ്കൂളിൽ 11th 12th ഗ്രേഡിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ആ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ വി യൂസ് ടു ഹാവ് ദിസ് തിങ്, ഐ ലവ് യു ഇൻഫിനിറ്റി തിങ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഐ ലവ് യു ഇൻഫിനിറ്റി അങ്ങനെയായിരുന്നു. I don't know why, but that was there. ഭയങ്കര cringe, very pangly. Yeah, so I have this tattoo that says infinity. Oh, this came from there. Yeah, and I got this probably 2 years post breaking up with this person. അതും കൂടെ ആലോചിക്കണം. ലൈക്ക് മറ്റേ എന്താ പറയുക, നമ്മള് സ്മാരകം പണിയാന്നൊക്കെ പറയില്ലേ, കഴിഞ്ഞു പോയൊരു സാധനത്തിന് വേണ്ടിയിട്ട് അതുപോലെ പണിഞ്ഞൊരു സ്മാരകം പോലെയാണ് ഇത്. ഇവിടെയുള്ളത് കാപ്പേദിയം. അത് കാപ്പേദിയം. Okay, and this is one more here. Oh, this is the family actually. Because ഞങ്ങൾ 4 പേരുടെയും പേര്, when people see this they are like, ഇതൊരു സെൽഫ് ഒബ്സെസ്ഡ് ആണ്, 4 P ഒക്കെ എഴുതി വെച്ചിരിക്കണം നിന്റെ പേരിന്. ഓ, P ആണല്ലേ? Yeah. Okay. So it's 4 P's. So they think I'm so obsessed with myself that I've gotten 4 P's. But no, it's my dad, mom, me and my brother. You all are P's. Okay. ഞാൻ വല്ല ഇലുമിനാറ്റിയുടെ ആണോന്ന് വിചാരിച്ചു. ഇലുമിനാറ്റിയിലൊക്കെ നമ്മളുണ്ടെങ്കിൽ. ബട്ട് ഞാൻ 18 ടാറ്റൂസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കൈയൊക്കെ നിറച്ചും ടാറ്റൂസ് ആയിരിക്കും. യു വിൽ ലൈക്ക്, ഇത് ചിന്ന ടാറ്റൂസ്, ഭയങ്കര സേഫ് ആയിട്ടാണ് കളിക്കണേ. മിനിമൽ ടാറ്റൂസ് ഓൺലി ഞാൻ ഗെറ്റ്. അല്ലെങ്കിൽ ഇപ്പൊ ഇത് കവർ ചെയ്യാൻ വേണ്ടി നടക്കേണ്ടി വരും ഷൂട്ടിന്റെ സമയത്ത്. റിലേഷൻഷിപ്സിന്റെ കാര്യം പറഞ്ഞപ്പം വി ടോക്ട് അബൌട്ട് ജെൻസീസ് ഓഫ് ക്യാമറ. ഇപ്പോഴത്തെ പുതിയ ലിംഗോനെ കുറിച്ച് പറഞ്ഞു. വെൻ യു ഹിയർ അബൌട്ട് ദീസ് വേർഡ്സ് ലൈക്ക് സിറ്റുവേഷൻഷിപ്സ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയതായിട്ട് യൂസ് ചെയ്യുന്ന ടേംസ്, എല്ലാത്തിനും ലേബിൾസ് ആണല്ലോ. പ്രിയക്ക് അതുമായിട്ട് എഗ്രി ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആസ് സംബഡി ഹൂ സ്റ്റാൻഡ്സ് ക്ലോസർ ടു ദാറ്റ് ഏജ്, അല്ലെങ്കിൽ പ്രിയയുടെ ജനറേഷനിൽ അത് പെർക്കുലേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? I'm talking about the 16-17 lingo, which is, you work in both these areas, അല്ലേ? You work with people who are older. അവരുടെ റൊമാൻറ്റിക് സ്റ്റോറീസ് ഉണ്ട്, ഇവിടെ ഉണ്ട്. So how do you see that? I am a 99 born. So മില്ലേനിയലും അല്ല ജെൻസിയും അല്ല, ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. So it's like ഒരു സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ടേം മാത്രമാണ് ഞാൻ ഭയങ്കര എൻ്റെ ജനറേഷനിൽ ഭയങ്കര ഫെമിലിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് അതർ ദൻ ദാറ്റ് ഈ പറയുന്ന നാനോഷിപ്പ്, വെക്കേഷൻഷിപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. ആൻഡ് ടു മെനി തിങ്സ്, എന്താണ് ലവ് ബോംബിങ്, ബ്രെഡ് ക്രമ്മിങ്, അങ്ങനെ ലവ് ബോംബിങ് ഇസ് വെരി കോമൺ. അതൊരു സൈക്കോളജിക്കൽ ടേം ആണല്ലോ. അത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. നമുക്ക് റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ലവ് യു, ഐ മിസ് യു, അത്രേ ഉള്ളൂ. സോ അതല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന ടേംസ് ആൻഡ് എവറിത്തിങ്, ഓഫ് കോഴ്സ് എല്ലാം ഐ അഗ്രി, ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്കൊരു റിലേറ്റബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല വിത്ത് ഓൾ ദോസ് തിങ്സ്. ലൈക്ക് ഐ ഡോണ്ട് പേഴ്സണലി റിലേറ്റ് ടു ദീസ് തിങ്സ്. ഐ അണ്ടർസ്റ്റാൻഡ്, ഓക്കെ ഇതൊക്കെയാണ്, പക്ഷെ ഐ ഡോണ്ട് റിലേറ്റ് ടു ഇറ്റ്. നമ്മുടെ സിറ്റുവേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ പറയാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും? വാട്ട് ഡു യു തിങ്ക് ഇസ് സിറ്റുവേഷൻഷിപ്പ്? ഡേറ്റിംഗ് ആണോ, ഡേറ്റിംഗ് അല്ല, ഡേറ്റിംഗ് അല്ലേ, ഡേറ്റിംഗ് ആണ്. This is a situationship, right? ഇതാണ് എനിക്ക് മനസ്സിലായ സിറ്റുവേഷൻഷിപ്പ്. It's very, very confusing. Yeah. It's neither here nor there. Priya, you invited to a lot of parties. ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം സംസാരം നടക്കുന്നത് is about the drug abuse again among the younger generation. യങ് ആക്ടേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഡ്രഗ് അബ്യൂസാണ്. പ്രിയ പല പാർട്ടീസിലും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ
what is the discipline you maintain and what is that you see around? അങ്ങനെ ഒരു reality exist ചെയ്യുന്നുണ്ടോ? And if so, how do you abstain or hold yourself disciplined in such situations? അതിപ്പോൾ തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും കാരണം ഒരു മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്കും പല പാർട്ടീസിലും പല ഇവൻസിലും വിളിക്കപ്പെടുന്നുണ്ട്. And also as an actor. And being so young, how do you see this situation that's developing? For me personally, ഞാനങ്ങനെ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഔട്ട് ഗോയിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ല. ആൻഡ് സോഷ്യൽ ഗ്യാതറിങ്സിൽ ഞാൻ ഭയങ്കര ഓക്വേർഡ് ആണ് ആൻഡ് കുറച്ച് റിസർവ്ഡ് ആണ്. എനിക്കറിയാം, ഞാൻ ഒരിക്കൽ കണ്ടതാ, നമ്മൾ ഒന്നിച്ച് പോയതാണ് അന്ന് ആ സിനിമയ്ക്ക് വേണ്ടി. ഇന്ന കോർണർ ഹഡിൽഡ് അവേ. ഐ എം ഓൾവേസ് ലൈക്ക് ദാറ്റ്. ലൈക്ക് ഇപ്പം എന്തൊരു പരിപാടിക്ക് പോയാലും അതിന് ഏറ്റവും ബാക്ക് സീറ്റിൽ പോയിരിക്കാൻ പറ്റിയെങ്കിൽ അവിടെ ആയിരിക്കും ഞാനുള്ളത്. പെട്ടെന്ന് ആൾക്കാരായിട്ട് മിങ്കിളാവാൻ, പിന്നെ സ്മോൾ ടോക്ക് ഒന്നും എനിക്ക് അറിയില്ല. ഇങ്ങനെയാണ് ഹായ് ഹൗ ആർ യു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സോ ഐ എം എ ലിറ്റിൽ ഓക്വേർഡ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പം 90% പാർട്ടീസും ഗ്യാതറിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കലാണ് പതിവ്. ഐ ഡോണ്ട് ഡു ഇറ്റ് മച്ച്. പിന്നെ നമുക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ഇവൻറ്റ്സ് ആണെങ്കിൽ മാത്രമേ, പ്രോബബ്ലി എനിക്ക് സോഷ്യലൈസ് ചെയ്യാനുള്ള സ്കിൽസ് ഇല്ലാത്തത് കൊണ്ടും ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് എന്നെ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടാവും കേട്ടോ. ഇഫ് ഐ ഹാഡ് ടേക്കൺ കുറച്ചും കൂടി എഫേർട്സ് ടു ഗോ സോഷ്യലൈസ് വിത്ത് പീപ്പിൾ, പ്രോബ്ലി ഈ പറയുന്ന ഒരു ഇമേജ് അബൌട്ട് മീ വുഡ് ഹവ് ചേഞ്ച്ഡ് ഏർലിയർ ഓൺലി. ബട്ട് എനിക്ക് ഓർഗാനിക്കലി അത് സംഭവിക്കുന്നതിനോടാണ് എനിക്ക് കുറച്ചും കൂടി താല്പര്യം. സോ ഇനി അഥവാ പാർട്ടീസിന് പോവുകയാണെങ്കിൽ തന്നെ ഐ പേഴ്സണലി don't do any of these things. And basically not because എന്താ പറയുക ഞാൻ ഭയങ്കര വോക്കായിട്ട് അഗൻസ്റ്റ് ഇറ്റ് ആയതുകൊണ്ടോ അങ്ങനെയൊന്നും. ഐ ഹാവ് മൈ വെരി പേഴ്സണൽ റീസൺ ഫോർ നോട്ട് ഡൂയിങ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് ലൂസിങ് മൈ മൈൻഡ്. എൻ്റെ വെരി പേഴ്സണൽ റീസൺ അത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് ആ കാര്യത്തിൽ കുറച്ചൊരു ഒബ്സെസീവ് ആയിട്ടുള്ള ഒരാളാണ്, കുറച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ സോർട്ടഡ് ആയിരിക്കണം, എനിക്ക് എൻ്റെ കാര്യങ്ങൾ need to happen a certain way. And ഞാൻ അങ്ങനെ ഉള്ള ഒരാളാണ്. സോ ഈവൻ ലിറ്റിൽ ബിറ്റ് എന്താ പറയുക, എവിടെയെങ്കിലും നമ്മുടെ മൈൻഡ് സ്ലിപ്പ് ആവുന്നു എന്ന് തോന്നുന്ന സമയത്ത് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ ഐ വുഡ് നെവർ ഡു എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് ലൈക്ക് ലൂസിങ് ദാറ്റ് കൺട്രോൾ. There was an instance where you actually were filmed during a very private party. That would have been like a wake-up call for you. Yeah, for sure. When there was the friend gathering and a bunch of influencers, they filmed you when you were intoxicated and they put it out on. That would have been a game changer for you. Adinu shesham you would have been very conscious. Alle? Yeah, definitely. ഭയങ്കര കോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബ്ലി ഞാൻ ഐ സ്റ്റോപ്പ് ഗോയിങ് ഔട്ട്. ഇങ്ങനെ പുറത്ത് പോകുന്നത്, ഈ പാർട്ടീസിനൊക്കെ പോകുന്നതേ നിർത്തി എന്നുള്ളതാണ്. എനിക്ക് ഇപ്പം വെൻ ഐ തിങ്ക് അബൌട്ട് ഇറ്റ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ഔട്ട്. If I want to have fun and chill, I'll probably go to my friend's place or I'll invite my friends over. And I love that privacy. And very choosy about friends now? Definitely. നമ്മൾ അന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന bunch of friends തന്നെ ഇന്നുള്ളൂ, കോൺസ്റ്റന്റ് ആയിട്ട്. So I love my privacy like that. And it's not like I'm abstaining from fun or anything. I do all of that, but എൻ്റെ ക്ലോസ് ഗ്രൂപ്പിൻ്റെ കൂടെ ലൈക്ക് എന്താ പറയുക ഗ്യാതറിങ്സ് ആൻഡ് എവ്രിതിങ് ഓൺലി വിത്ത് മൈ ക്ലോസ് ഗ്രൂപ്പ്. ആൻഡ് അതിലാണെങ്കിലും ഈ പറയുന്ന പോലെ സബ്സ്റ്റൻസ് ഇൻവോൾവ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. വി ആർ ജസ്റ്റ് ലൈക്ക് ചിറ്റ് ചാറ്റിങ് ആൻഡ് talking about life, contemplating things together, ranting, venting. This is my kind of fun. But Priya, you also an icon for പല പെൺകുട്ടികൾക്കും who want to be in the media, who want to be in the influencer game, who want to be an actor or star. ഈ ഒരു ഹ്യൂജ് സെക്ഷൻ ഓഫ് യങ് വിമൻ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ ആസ് എ പേഴ്സൺ ഹു ഇസ് ഓൾറെഡി ക്രാക്ഡ് ഇറ്റ് ആൻഡ് ബീൻ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ എ വൈൽ നൗ, അവരോട് എന്താണ് പറയുക? ലൈക്ക് വാട്ട് ഇസ് ദാറ്റ് വൺ തിങ് ദാറ്റ് യു നീഡ് ടു ബി വെരി വെരി കെയർഫുൾ അബൌട്ട്? ഓർ ഇതിനെക്കുറിച്ച് ഞാൻ വളരെ പർട്ടിക്കുലർ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന കാര്യം എന്താണ്? ജസ്റ്റ് ഡോണ്ട് ലൂസ് യുവർ ഇൻഡിവിജ്വാലിറ്റി. എനിക്ക് അതാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം there's a lot of peer pressure. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം എന്നും അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതും അങ്ങനെയൊക്കെ ഒരുപാട് ഉപദേശിക്കാൻ ആൾക്കാരുണ്ടാവും. ആൻഡ് ജസ്റ്റ് ഡോണ്ട് ഗെറ്റ് ക്യാരിഡ് അവേ ഇൻ ഓൾ ഓഫ് ദാറ്റ്. സ്റ്റിക്ക് ടു വാട്ട് യു ബിലീവ്, സ്റ്റിക്ക് ടു യുവർ റൂൾസ് ആൻഡ് go ahead. That's what I believe
I have done so far. കാരണം there will be people who will be like, എനിക്കതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ആൾക്കാർ തന്നിട്ടുള്ള ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് പ്രിയ, യു ആർ ടേക്കിംഗ് ദ സ്റ്റെയർസ് റൈറ്റ് നൗ. There are ways you can just take the elevator to get where you want to. They're talking about the casting couch. Whatever it is they're talking about, they're talking about it. But I'm okay taking the stairs. അത്രേ ഉള്ളൂ. So don't get carried away in all of that. അങ്ങനെയും ഇങ്ങനെയൊക്കെ അഡ്വൈസ് ചെയ്യാനും ഇങ്ങനെ ചെയ്താൽ നടക്കും എന്നുള്ളതൊക്കെ പറയാനും ഒത്തിരി ആൾക്കാരുണ്ടാവും. ബട്ട് at the end of the day, your perseverance is going to get you, you know, things, and it's going to help you achieve your dreams, is what I feel like. ഈ ഡിസിപ്ലിൻ എവിടെയൊക്കെയാണ് വേണ്ടത്, ലൈക്ക് ഇൻ യുവർ ഏരിയ ഓഫ് വർക്ക്? ഓഫ് കോഴ്സ് ഫിറ്റ്നസ് ഉണ്ട്, ഫുഡ് ഉണ്ട്. വേർ ഓൾ ഡു യു നീഡ് ദ ഡിസിപ്ലിൻ? മെൻ്റൽ ഹെൽത്തും ഉണ്ട്. Definitely. I feel like mental health ആയിരിക്കും ഇതിനൊക്കെ ഇമ്പോർട്ടൻറ്റ്. ബാക്കി എന്തും I feel like, you know, you can, and it's also very difficult to be consistent when it comes to, you know, fitness ആണെങ്കിലും ശരി, ഫുഡ് ആണെങ്കിലും ശരി, എല്ലാം. Because in the line of work അങ്ങനെയാണ്, your schedule is very unpredictable and most of the time you're traveling. So to be consistent with these things is very difficult. At least I find it very difficult. എല്ലാത്തിനും മേലെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് is mental health. നമ്മളൊരു നല്ല മെന്റൽ സ്പേസിലാണെന്നുണ്ടെങ്കിൽ I feel like rest, everything flows. Do you have therapists? Do you take therapy? എന്തെങ്കിലും സപ്പോർട്ട് അങ്ങനെയുണ്ടോ which helps you navigate through this? I have just recently started therapy, and trust me, it's fun. It's fun because I have an amazing therapist and I love going to therapy. കാരണം ഒരു probably couple of months back വരെ ഞാൻ I always had ഈ ഒരു സ്റ്റിഗ്മ, തെറപ്പി എങ്ങനെയാ തെറപ്പി എടുക്കുക, അല്ലെങ്കിൽ ഹെൽപ്പ് ചോദിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. ആൻഡ് I always used to think that no, I can take care of things by myself. And whatever life throws at me, I can take care of it by myself. And I still believe that I can. ഞാൻ അങ്ങനെ സ്ട്രോങ് ആണ് എന്നുള്ളത്, I am reassured that I'm that strong. But why take that burden? ഞാനിപ്പോൾ ആ ഒരു എന്താ പറയുക വേ ഓഫ് തിങ്കിങ്ങിലാണ്. I can deal with it. Whatever happens, I can deal with it. Maybe 2 ദിവസം ഇരുന്ന് കരയുമായിരിക്കും, 3-ാമത്തെ ദിവസം I'll be fine. I can deal with it. But എനിക്കത് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ it gets easier, no? ചിലപ്പോൾ 2 ദിവസം കരയുന്നത് 1 ദിവസത്തിൽ നിൽക്കുമായിരിക്കും. So why not do that? And that's the space I'm in. So whatever difficulty, I have somebody to help me with it. Right. And somebody to kind of re-energize yourself. Yeah, like ഒരു വേറെ ഒരു പെർസ്പെക്റ്റീവ് തരാനും, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ഒരു ആംഗിൾ പറഞ്ഞു തരാനും. പെർസ്പെക്റ്റീവ് ഭയങ്കര നമ്മൾ വിചാരിക്കാത്ത പെർസ്പെക്റ്റീവ്സ് നമുക്ക് മനസ്സിലാവും. ബിക്കോസ് ഒരു രീതിയിലും ബയസ്ഡ് അല്ലല്ലോ. ആൻഡ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ പ്രോബബ്ലി ചിലപ്പോൾ നമുക്കൊരു ബയസ്ഡ് റിയാക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. ബിക്കോസ് ഔട്ട് ഓഫ് കൺസേൺ ഫോർ അസ് അവരൊരു ബയസ്ഡ് എന്താ റെസ്പോൺസ് ആയിരിക്കും. But with a therapist, it's not like that. There's no bias whatsoever. That's a very professional approach. Yes. On that note, card game. നമ്മൾ ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടല്ലേ on the swing? Yes. So this is the same old card game. Okay. Version 2. Okay. Ask your mom. Ask your mom. എന്തായിരുന്നു ലാസ്റ്റ് ചോദിച്ചത് അമ്മയോട്? റെസിപ്പി? ഓൾവേസ് ഞാൻ ലാസ്റ്റ് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് വേണ്ടി അമ്പലത്തിൽ പോകാനാണ് ഞാൻ പറഞ്ഞത്. അമ്മ എനിക്ക് അമ്പലത്തിൽ പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇതുവരെ, യു പ്ലീസ് ഗോ ഫോർ മീ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നല്ല പണിയാണ്. വൈ? ഓ മൈ ഗോഡ്, എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ചോദ്യമാണ് വൈ. എല്ലാത്തിനും വൈ ചോദിക്കും. ഓഫ് കോഴ്സ്, എല്ലാത്തിനും. എസ്പെഷ്യലി I am this person, like, why God, why is this happening to me? That is probably my motto in life. Why? I still don't know why. You got everything going right for you, so there's no way you're going to ask why. കുറച്ച് നേരം നമുക്ക് why ചോദിക്കാതിരിക്കാം. Yes. Patience, my friend. നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. Lovely. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. കാരണം എന്താണെന്ന് അറിയാം പ്രിയ, വെൻ യു സ്റ്റാർട്ട് വെരി ഏർലി ഇൻ ലൈഫ്, പെട്ടെന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ അറ്റ് എൻ ഏജ് വിതൗട്ട് പ്രോബ്ലി സ്ട്രഗ്ലിങ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിൽ പെട്ടെന്ന് എത്തുമ്പോഴേ ദെൻ
ഈ അപ്വേർഡ് ക്ലൈംബ് ഒരു ഹൈ തരുന്നത് വളരെ ഒബ്വിയസ് ആയിരിക്കില്ല. ഫോർ എ പേഴ്സൺ ഹു സിറ്റിംഗ് ഔട്ട്സൈഡ് ദാറ്റ് ഇസ് എ ബിഗ് ലീപ്പ്, ബട്ട് ഫോർ യു യു ഹവ് ഓൾറെഡി എക്സ്പീരിയൻസ് ദോസ് ഹൈസ്. അപ്പൊ അത് അത്ര ഹൈ ആയിട്ട് തോന്നത്തില്ല. സോ പേഷ്യൻസ് മൈ ഫ്രണ്ട്സ്, higher highs are coming your way. Easy peasy lemon squeeze. Which is very very easy for you. Is that what it means? എന്തായിരിക്കും ഭയങ്കര ഈസി? ഐ ഡോണ്ട് നോ. ഭയങ്കര ഈസി ആയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം is probably just spending time with my friends. And even writing. Yeah, writing, yes. ഈ ഇടയ്ക്ക് വല്ല പോം എഴുതിയോ? എഴുതുന്നുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നത് നിർത്തി എഴുതുന്നത്. വളരെ പ്രൈവറ്റ് ആയിട്ട് ഞാൻ മാത്രം കണ്ടാൽ മതി എന്നുള്ളൊരു ലെവലിലേക്കായി. ഇനി അതിനും കൂടി ട്രോള് നേരിടാൻ വയ്യ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പ്രിയയുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അന്ന് നമ്മൾ സിനിമയുടെ സ്ക്രീനിങ്ങിന് പോയപ്പോൾ ഞാൻ പ്രിയയുടെ കൂടെ നിന്നിട്ട് എനിക്ക് ഭയങ്കര സഫിക്കേഷൻ പോലെ തോന്നി. ഫുൾ മീഡിയ പൊതിഞ്ഞു വരികയാണ് പ്രിയയുടെ അടുത്തേക്ക്. ആൻഡ് ഇറ്റ് വാസ് സ്കേരി ഫോർ മീ ആൻഡ് ഫോർ യു ഹു ഇസ് ആസ് യങ്. എനിക്കറിയില്ല നിങ്ങൾ ഇത് എങ്ങനെയാണ് നേരിടുന്നതെന്ന്. യു ആർ ഓൾ അലോൺ ദേ. ഞാൻ കൂടെ വന്നിട്ട് പോലും ഐ ലെഫ്റ്റ് ദ സ്പേസ് ബിക്കോസ് ഐ കുഡ്ന്റ് ഹാൻഡിൽ ഇറ്റ്. ഹൗ ഡു യു ഹാൻഡിൽ ദാറ്റ്? പേടി തോന്നാറില്ലേ? ഞാൻ ഐ എം ടോക്കിംഗ് അബൌട്ട് സം 50 odd cameras or 100 odd cameras just covering you in all directions and invading your personal space. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരു 10-15 പേരുള്ള ഒരു സ്പേസിൽ തന്നെ നിൽക്കാൻ എനിക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആണ്. എനിക്ക് ക്രൗഡഡ് സ്പേസസിലോട്ട് പോകുന്നത് ഇഷ്ടമല്ല. അപ്പം ഇങ്ങനത്തെ ക്രൗഡ് എങ്ങനെയാണ് നേരിടുക? ഐ ഫീൽ വെരി ഓക്വേർഡ്. കാരണം ഒത്തിരി ആൾക്കാരെ ഫേസ് ചെയ്യണ്ടേ. അപ്പോൾ ഐ സ്റ്റാർട്ട് ഫീലിംഗ് ഭയങ്കര ആങ്ഷ്യസ്. കാരണം the kind of questions they throw at you also, like, it catches you off guard. Like you're never prepared for it. For the kind of questions that they ask you, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നീക്കിൻ്റെ പ്രീമിയറിന് പോയ സമയത്ത് ധനുഷ് സാറ് വിളിക്കാറില്ലേ, ആൻഡ് how do you answer something like that? ഒരു on the spot ഇങ്ങനെ ഒരു they're putting you on a spot, right? ധനുഷ് സാർ ഇപ്പം എൻ്റെ റിലേറ്റീവോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടൊന്നുമല്ല എന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് he's my director and he's an actor who's in that category, and you're asking me a question like ധനുഷ് സാർ ഒന്ന് വിളിക്കാറില്ലേ, and I'm like ഞാനിങ്ങനെ ചേട്ടാ ഞാൻ എന്താ ഇപ്പം ഇതിനെ പറയുന്നത്. And all of that, it catches you off guard. എപ്പോഴും they'll throw some sort of a question at you that you'll be like ഇതിനിപ്പോൾ എന്തുത്തരം പറയാം, എന്തുത്തരം പറഞ്ഞാലും പ്രശ്നമാവില്ല അങ്ങനെ. ആൻഡ് കറക്റ്റായിട്ട് നമ്മുടെ റിയാക്ഷൻസും അതിനുള്ള കാൻഡിഡായിട്ട് നമ്മളെ മുഖത്ത് വരുന്ന ഭാവങ്ങളും ഒക്കെ എന്തായാലും പുറത്ത് വന്നിരിക്കും. Now I think I'm kind of used to it. Last card. ഇത് തുറന്നില്ല ഞാൻ. തുറന്നിട്ടില്ല. യെസ്. എന്തിനാണ് എടുത്തിയാടി യെസ് പറയണത്? സിനിമ വേറെ എന്താ? നല്ല വർക്ക്. യെസ്, ഡെസ്പെറേറ്റ് ആൻഡ് ഡൈയിങ് ടു ഡു ഗുഡ് വർക്ക്. യെസ് യെസ്. ഗ്രീനറി. See what happens. See what happens. ഇതെല്ലാം ഇങ്ങനെ ഇത് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അലൈൻ ചെയ്ത് വെച്ച കാർഡ്സ് പോലെ ഉണ്ട്. ആക്ച്വലി നൈസ്, വെരി നൈസ്. Let's see what happens. So I am Dashil. ഇപ്പം എങ്ങനെയാണ് ഡാഷ് പൂരിപ്പിക്കുക? I am abundant. Abundant. Yes. Okay, that's a good place to be. Yes. Let more abundance flow your way. ഇത് തേങ്ങ കൊക്കോ എന്ന ബ്രാൻഡിന്റെ ഒരു ചെറിയ ഗിഫ്റ്റ് ആണ്. താങ്ക് യു സോ മച്ച് പ്രിയ. ദിസ് ഇസ് നമ്മുടെ ഡിസ്കാർഡഡ് കോക്കനട്ട് ഷെൽസ് നിന്ന് ഉണ്ടാക്കുന്ന കട്ട്ലറിയാണ്. ആൻഡ് യൂസബിൾ കട്ട്ലറി. അപ്പൊ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യാം. Yes. പുതിയ കിച്ചണിൽ. For me, this I'll use for Maggie. You can use it as a soup bowl also. Yes. So it's all usable cutlery. Thank you. Thank you so much for you. Thank you. Thank you. Thank you.